കുറച്ചും നികുതി കുറച്ചും മദ്യോൽപാദനം ലക്ഷ്യമിടുന്നത് പുതുതലമുറയെയാണെന്നും അതുവഴി വീര്യം കൂടിയതും നികുതി കൂടിയതുമായ മദ്യോപയോഗത്തിന് വഴിയൊരുക്കി നികുതി സമ്പാദനമാണ് VDS സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ ചെറുക്കുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. പിണറായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയാതെ പോയ പദ്ധതി VDS സർക്കാർ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കരുത്. ഈ നടപടി ജൻസി വിരുദ്ധമാണ്. 1996 മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണിയും 2016 ഉമ്മൻചാണ്ടിയും നടപ്പിലാക്കുകയും തുടരുകയും ചെയ്ത മദ്യനയത്തോട് VDS സർക്കാർ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് വിശ്വസിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം മദ്യപാനികൾക്ക് വേണ്ടിയുള്ളതല്ല, മദ്യപരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ജൻസിക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പ്രഖ്യാപിക്കുമ്പോഴും ഈ വിഭാഗക്കാരെ മറ്റൊരു വഴിയെ ചൂഷണം ചെയ്യുന്നത് ഭൂഷണമല്ല. ഈ വിഭാഗക്കാരെ ലഹരി ആസക്തിയിൽപ്പെടുത്തി അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള അടവ് നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള ആവശ്യപ്പെട്ടു. ഒരു വശത്ത് മാരക ലഹരിക്കെതിരെ ബാരിയേഴ്സിനെ സൃഷ്ടിക്കുവാൻ സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ കാരിയേഴ്സിനെയും അടിമകളെയും സൃഷ്ടിക്കുവാനുള്ള നയത്തിലേക്ക് കടക്കരുത്. VDS സർക്കാരിൽ സാധാരണ ജനം പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷയെ സർക്കാർ തകിടം മറിക്കരുത്. സംസ്ഥാനത്തെ വിവിധ സമുദായ നേതൃത്വവും സംഘടനാ സംവിധാനങ്ങളുമെല്ലാം തള്ളിപ്പറയുന്ന ഒരു നയം മുളയിലെ നുള്ളിക്കളയുന്നതാണ് കഴിഞ്ഞ 30 ദിവസം കൊണ്ട് VDS സർക്കാർ നേടിയെടുത്ത ജനപിന്തുണയ്ക്ക് മാറ്റുകൂട്ടുന്നതെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ഘടകത്തിന് വേണ്ടി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള പുറത്തിറക്കിയ പ്രസ്താവന കുറിപ്പിൽ വിശദമാക്കി.